ഹലോ നമസ്കാരം, എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സൊക്കെ. കാണിച്ചിട്ടില്ല, ചിലത് മാത്രമേ കാണിച്ചുള്ളൂ. ഞാൻ പ്ലമ്മിൻ്റെ വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൽ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനതിൽ പറഞ്ഞതാണ് ആ വീഡിയോയിൽ, എന്നിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ റുട്ടീനായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആവുമല്ലോ. ഇപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്താണെന്നുള്ളത് കാണിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ആമസോണിൽ നടക്കുന്ന വാർഡ്രോബ് റിഫ്രഷ് സെയിൽ മറക്കണ്ട. അത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ജൂൺ 5 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 50 to 80% ഓഫിൽ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇത് മാത്രമല്ല നിങ്ങൾക്ക് അല്ലാണ്ട് വേറെ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നൈറ്റ് ടൈം റുട്ടീനാണ് കേട്ടോ. നൈറ്റ് ടൈമിൽ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, ഈ പ്രോഡക്ട്സും ഒക്കെ ഞാൻ നൈറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യണം. അപ്പോൾ നല്ലൊരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ ഈ ഒരു റിമൂവറാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ഇത് തന്നെയാണ് വീണ്ടും പർച്ചേസ് ചെയ്യുന്നത്, ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള റിമൂവറാണിത്. അല്ലാണ്ടുള്ള മൈസെല്ല വാട്ടറും ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒന്നും അങ്ങനെ പോയില്ല. ഇതെന്ന് പറയുമ്പോൾ എല്ലാ മേക്കപ്പും നല്ല ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ ബേസ്ഡ് ആണെന്ന് വെച്ചിട്ട് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വേണ്ടത് ഒരു കോട്ടൺ പാഡാണ്. അപ്പോൾ കോട്ടൺ പാഡ് നമുക്ക് എന്താ പറയുക, ഡിസ്പോസിബിൾ പാഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല ടിഷ്യൂ പേപ്പറിലൊക്കെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു ഹെവി മേക്കപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കോട്ടൺ പാഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എർത്ത് ഋതത്തിൻ്റെ ഈ ഒരു കോട്ടൺ പാഡ്, അത് റീയൂസബിൾ കോട്ടൺ പാഡാണ് കേട്ടോ. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ പാഡാണ്. മറ്റേത് ഡിസ്പോസിബിൾ പാഡാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സിംഗിൾ ടൈം യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റാണ്. എന്താ പറയുക, നമുക്ക് ഒരെണ്ണം വാങ്ങിയാൽ ഇത് കുറേ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറേ നാളിത് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണെന്ന് തോന്നുന്നു. ഞാൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മേക്കപ്പ് റിമൂവർ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഫേസിൽ മേക്കപ്പ് ക്ലീൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് ഇത്രയും ഏരിയ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, യൂസ് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ആ ചെറിയ കോട്ടൺ പാഡ് ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ ടൈപ്പ്, അതിനേക്കാളും ഇത് പിടിക്കാനൊക്കെ നല്ല ഹാൻഡിയാണ്. ഓക്കെ, നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് റിമൂവ് ചെയ്താലും മസ്റ്റായിട്ടും ഫേസ് വാഷ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണോ അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഇതാണ് കഴിഞ്ഞ വീഡിയോസിലും ചോദിച്ചത്, പ്ലമ്മിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെൻ്റെ എത്രാമത്തെ ബോട്ടിലാണെന്ന് പോലും എനിക്ക് അറിയില്ല. ഫോം ടൈപ്പ് ഒരു ഫേസ് വാഷാണ്. ഓക്കെ, സ്കിൻ അങ്ങനെ ഡ്രൈ ആക്കുകയോ അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. ഇനി ഫേസ് വാഷ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും രാത്രിയിൽ അങ്ങനെ ലെയർ ഓൺ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഓക്കെ, മാക്സിമം സ്കിൻ ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ബ്രീത്ത് ചെയ്യാൻ അനുവദിക്കുക സ്കിന്നിനെ. ഓക്കെ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പ്രോഡക്റ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു മോയ്സ്ചറൈസർ മസ്റ്റാണ്. പിന്നെ നമ്മൾ 30+ ഒക്കെ ആയി കഴിയുമ്പോൾ ഒരു സിറം എന്തായാലും യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്
മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് സിറമാണ്. അപ്പോൾ ഇത് അല്ലെങ്കിൽ വിറ്റമിൻ സി സിറം എന്ന് എന്താണേലും ഓക്കെ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഒരു സിറം ഏതാണോ അത് യൂസ് ചെയ്യുക. പിന്നെ മോയ്സ്ചറൈസർ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഫേസിൽ പിമ്പിൾസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലാക്ടോകാലമിനാണ് യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രിഡോം നല്ല മോയ്സ്ചറൈസറാണ്. അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് എടുക്കാറുള്ളത് കേട്ടോ, യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സിറം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഓർഡർ ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്നവരുണ്ട് പഴയ വീഡിയോസിലൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ലിക്വിഡ് ഐറ്റംസ് അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ലിക്വിഡ് ഫോമിലുള്ളത് ഫസ്റ്റ് യൂസ് ചെയ്യുക, ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത് ലാസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോണർ കഴിഞ്ഞാൽ പിന്നെ സിറം അങ്ങനെ വേണം പോവേണ്ടത്. ഫസ്റ്റ് സിറം, അത് കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ. ഓക്കെ, സിറം ഒരിക്കലും സ്കിന്നിൽ മസാജ് ചെയ്യരുത്. സിറം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഡാംപ് സ്കിന്നിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, നല്ലതാണ്. ടോണർ ഇട്ടതിന് ശേഷം സിറം യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിലേക്ക് സിറം ഇടരുത്. അത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ. ഓക്കെ, ഏത് മോയ്സ്ചറൈസർ വേണേലും ഇടാം. ഇതിപ്പോൾ ഓയിലി സ്കിന്നിനുള്ളതാണ്. നിങ്ങളുടേത് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഒരു ഗ്രീൻ ബോട്ടിൽ കിട്ടും കേട്ടോ, അത് ഡ്രൈ സ്കിന്നിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഒക്കെ കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.